കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിലെ പ്രതിയും മുസ്ലിം ലീഗ് നേതാവുമായ ഷിംജിതയുടെ ജാമ്യാപേക്ഷ കൂടുതൽ വാദം കേൾക്കുന്നതിനായി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. ഷിംജിതയ്ക്കായി വീണ്ടും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നതിന് സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. രമ്യ ചേരുന്നു. രമ്യ, വിശദാംശങ്ങൾ. അനിൽ, ഈ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായിട്ടുള്ള ദീപക് ജീവനൊടുക്കിയ സംഭവത്തിലാണ് കേസിലെ പ്രതിയായിരുന്ന ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്നാണ് കോടതി വീണ്ടും പരിഗണിച്ചത്. ഇത് കൂടുതൽ വാദം കേൾക്കുന്നതിനായി ഇന്ന് കേസ് പരിഗണിച്ച കോടതി പ്രതിഭാഗത്തിന്റെയും വാദിഭാഗത്തിന്റെയും എല്ലാം വാദം കേട്ടിരുന്നു. എങ്കിലും കൂടുതൽ ഈ വാദം ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നതിനായി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലായിരുന്നു ജാമ്യാപേക്ഷ ഷിംജിതയുടെ നൽകിയിട്ടുണ്ടായിരുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ജാമ്യത്തിലായി ഷിംജിത കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഈ പോലീസ് കഴിഞ്ഞ ദിവസം ഷിംജിതയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നു. ഒരു ദിവസത്തേക്കായിരുന്നു ഷിംജിതയുടെ കസ്റ്റഡി പോലീസ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിനായിട്ടായിരുന്നു ഇത്തരത്തിലുള്ള നടപടി. നിലവിൽ ഈ ഷിംജിതയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടണമെന്ന് തന്നെയാണ് പോലീസും കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. അതേസമയം ഈ കോടതിയിൽ മെഡിക്കൽ കോളേജ് പോലീസിന്റെ അന്വേഷണ സംഘം റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് വേണമെന്ന് കഴിഞ്ഞ തവണ ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ തന്നെ കോടതി ഈ പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. നിലവിൽ തിങ്കളാഴ്ച കൂടുതൽ വാദം കേൾക്കുന്നതിനായി ഷിംജിതയുടെ അപേക്ഷ മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട്ടെ ദീപക് ജീവനൊടുക്കിയ കേസിലെ പ്രതിയും മുസ്ലിം ലീഗ് നേതാവുമായ ഷിംജിതയുടെ ജാമ്യാപേക്ഷ കൂടുതൽ വാദം കേൾക്കുന്നതിനായി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കോഴിക്കോട് നിന്ന് രമ്യയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.